നമ്മൾ സാധാരണയായി കേൾക്കാറുള്ള കൃഷിയെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ. നെല്ല്, വാഴ, തെങ്ങ്, റബ്ബർ. എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി, എന്നാൽ ഇതിനേക്കാളുമൊക്കെ എത്രയോ മടങ്ങ് ലാഭകരമായി കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു കൃഷിയെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതെ, നമ്മുടെ തൊടിയിലും പറമ്പിലും പണ്ടുകാലം മുതൽക്കേ നമ്മൾ കണ്ടുവരുന്ന, എന്നാൽ അതിൻ്റെ യഥാർത്ഥ മൂല്യം നമ്മൾ തിരിച്ചറിയാതെ പോയ മുള. ഇന്ന് ലോകം ഇതിനെ വെറും മുളയെന്നല്ല വിളിക്കുന്നത്, മറിച്ച് ഗ്രീൻ ഗോൾഡ് അഥവാ പച്ച സ്വർണമെന്നാണ് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് മുളയ്ക്ക് ഇത്രയധികം ഡിമാൻഡ്? പണ്ടുകാലത്ത് വീട് നിർമ്മാണത്തിനും വേലികൾ കെട്ടാനും മാത്രമായിരുന്നു നമ്മൾ മുള ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഇന്ന് സാങ്കേതിക വിദ്യ വളർന്നതോടെ മുളയുടെ ഉപയോഗം ആഗോളതലത്തിൽ തന്നെ മാറിയിരിക്കുന്നു. ഇന്ന് ലോകത്തിലെ ഏറ്റവും വിപുലമായ വിപണികളിൽ മുളയ്ക്ക് സ്ഥാനമുണ്ട്. ചൈനയും വിയറ്റ്നാമും പോലുള്ള രാജ്യങ്ങൾ മുള വ്യവസായത്തെ തങ്ങളുടെ രാജ്യത്തിൻ്റെ പ്രധാന സാമ്പത്തിക സ്രോതസ്സായി മാറ്റിക്കഴിഞ്ഞു. അവരുടെ സമ്പദ് വ്യവസ്ഥയിൽ മുളയുടെ പങ്ക് വളരെ വലുതാണ്. ആ മാതൃക നമുക്ക് എന്തുകൊണ്ട് കേരളത്തിലും പരീക്ഷിച്ചുകൂടാ? നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ മുള കടന്നു വരുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാമോ? പേപ്പർ വ്യവസായം. പേപ്പർ നിർമ്മാണത്തിന് ഏറ്റവും അനുയോജ്യമായ അസംസ്കൃത വസ്തുവാണ് മുള. ഫർണിച്ചർ വിപണി. ആഡംബര ഫർണിച്ചറുകൾ, വീട്ടുപകരണങ്ങൾ എന്നിവയിൽ മുളയുടെ സ്ഥാനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ടെക്സ്റ്റൈൽസ്. അത്ഭുതപ്പെടേണ്ട, മുളയിൽ നിന്ന് നിർമ്മിക്കുന്ന വസ്ത്രങ്ങൾ ഇന്ന് വിദേശ വിപണിയിൽ വൻ ഡിമാൻഡാണ്. ആഡംബര റിസോർട്ടുകൾ. നാച്ചുറൽ ലുക്ക് കിട്ടാൻ വേണ്ടി വലിയ റിസോർട്ടുകളിൽ മുള ഉപയോഗിച്ച് കോട്ടേജുകൾ നിർമ്മിക്കുന്നു. ആരോഗ്യമേഖല. മുളയുടെ ഔഷധ ഗുണങ്ങൾ ഉപയോഗിച്ച് ആയുർവേദ ട്രീറ്റ്മെൻറ്റ് സെൻറ്ററുകളിലും മറ്റും മുളയുടെ ഉപയോഗം വ്യാപകമാണ്. ഇനി മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. കേരളത്തിലെ കാലാവസ്ഥ മുളകൃഷിക്ക് ഏറ്റവും അനുയോജ്യമാണ്. മുള തഴച്ചു വളരാൻ ആവശ്യമായ സമർത്ഥമായ മണ്ണും ഫലഭൂയിഷ്ഠമായ മണ്ണും നമുക്കുണ്ട്. നിങ്ങളൊരു കർഷകനാണെങ്കിൽ, സ്ഥിരമായി നഷ്ടം വരാത്ത ഒരു കൃഷി രീതി അന്വേഷിക്കുന്നുണ്ടെങ്കിൽ, മുളകൃഷി തീർച്ചയായും നിങ്ങൾ പരിഗണിക്കേണ്ടതാണ്. പലരും കരുതുന്നത് മുള നട്ടാൽ പറമ്പ് നശിക്കുമെന്നാണ്. എന്നാൽ അത് തെറ്റായ ധാരണയാണ്. ശാസ്ത്രീയമായ രീതിയിൽ കൃഷി ചെയ്താൽ മുള വെറുമൊരു ചെടിയല്ല, നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു മണി പ്ലാന്റാണ്. ഓൺലൈൻ ഷോപ്പിംഗ് സെൻറ്ററുകളിലേക്ക് ഒന്ന് കണ്ണോടിച്ചാൽ കാണാം, മുള കൊണ്ട് നിർമ്മിച്ച ഒരു ടൂത്ത് ബ്രഷിന് പോലും എത്ര വലിയ വിലയാണ്. അപ്പോൾ ചിന്തിച്ചു നോക്കൂ, ഇതിൻ്റെ അസംസ്കൃത വസ്തു ഉൽപ്പാദിപ്പിക്കുന്ന കർഷകന് എത്രത്തോളം ലാഭം ലഭിക്കുമെന്ന്. വിപണിയിൽ വർദ്ധിച്ചു വരുന്ന ഡിമാൻഡ് അർത്ഥമാക്കുന്നത് വരും വർഷങ്ങളിൽ ഇതിൻ്റെ വില ഇനിയും ഉയരുമെന്നാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ, മുളകൃഷി എന്നത് ഒരു ദീർഘകാല നിക്ഷേപമാണ്. ഒരിക്കൽ നട്ടുപിടിപ്പിച്ചാൽ തലമുറകൾക്ക് പോലും വരുമാനം തരുന്ന ഒന്നാണിത്. നമ്മൾ ഇതിൻ്റെ സാധ്യതകളെ ശരിയായ രീതിയിൽ വിനിയോഗിച്ചാൽ കേരളത്തിലെ ഓരോ കർഷകനും ഇതിൽ നിന്നും വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഏതൊരു കൃഷിക്കും വിത്താണ് പ്രധാനം. മുളയിൽ ഏകദേശം 1400-ലധികം ഇനങ്ങൾ ലോകത്തുണ്ട്. എന്നാൽ നമുക്കാവശ്യമുള്ളത് ഏതാണെന്ന് തിരിച്ചറിയണം. വ്യവസായ ആവശ്യങ്ങൾക്ക് ബാംബൂസ ബൾഗാരീസ് പോലുള്ള ഇനങ്ങൾ പെട്ടെന്ന് വളരുന്നതും പേപ്പർ മില്ലുകൾക്കും മറ്റും ആവശ്യമായിട്ടുള്ളതാണ്. കരകൗശല വസ്തുക്കൾക്ക് നല്ല ബലമുള്ള മുള്ളുള്ള മുളകൾ തിരഞ്ഞെടുക്കാം. അലങ്കാരത്തിന് റിസോർട്ടുകളിലും പാർക്കുകളിലും ഇന്ന് ഭംഗിയുള്ള ഗോൾഡൻ ബാമ്പു പോലുള്ള ഇനങ്ങൾക്ക് വലിയ ഡിമാൻഡാണ്. ഒരിക്കൽ നട്ടുകഴിഞ്ഞാൽ 30 വർഷത്തോളം നിങ്ങൾക്ക് ഇതിൽ നിന്നും വിളവെടുക്കാം എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇടയ്ക്കിടെയുള്ള പരിചരണവും വളപ്രയോഗവും കുറവാണെങ്കിലും തുടക്കത്തിൽ നല്ല രീതിയിൽ ശ്രദ്ധിച്ചാൽ മാത്രമേ നല്ല വിളവ് ലഭിക്കൂ. ഇനി നമ്മൾ എത്തുന്നത് മുളകൃഷിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്കാണ്. എങ്ങനെ കൃഷി ചെയ്യാം, എങ്ങനെ ലാഭം കൊയ്യാം. മുളകൃഷി എന്നാൽ വെറുതെ ഒരു തൈ കുഴിച്ചിടുന്നതല്ല, അതൊരു ദീർഘകാല നിക്ഷേപമാണ്. ശാസ്ത്രീയമായ രീതിയിൽ ചെയ്താൽ ഇതിൽ പരാജയപ്പെടാൻ സാധ്യത വളരെ കുറവാണ്. ആദ്യം ശ്രദ്ധിക്കേണ്ടത് മണ്ണാണ്. നല്ല നീർവാഴ്ചയുള്ള മണ്ണാണ് മുളയ്ക്ക് ഏറ്റവും അനുയോജ്യം. വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ മുള നടാതിരിക്കുന്നതാണ് ഉചിതം. നടുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അകലം ആണ്. മുളകൾക്ക് വളരാൻ നല്ല സ്ഥലം ആവശ്യമാണ്. ഏകദേശം 5 മീറ്റർ അകലത്തിൽ തൈകൾ നടുന്നതാണ് നല്ലത്. അമിതമായി തിരക്കിട്ട് നട്ടാൽ മുളയുടെ വളർച്ച മുരടിച്ചു പോകും. ഇനി ഒരു കർഷകനെ ഏറ്റവും കൂടുതൽ അലട്ടുന്ന പ്രശ്നം മുള പൂർണ്ണ വളർച്ച എത്തുന്നതുവരെ ഞാൻ എങ്ങനെ ജീവിക്കും എന്നതാണ്. അതിന് പരിഹാരമായി നമുക്ക് ഇടകൃഷി ഇതിൻ്റെ കൂടെ ചെയ്യാമെന്നുള്ളതാണ്. മുളകൾക്കിടയിലുള്ള സ്ഥലം വെറുതെ വിടേണ്ടതില്ല. അവിടെ നിങ്ങൾക്ക് പച്ചക്കറികളോ ഇഞ്ചിയോ മഞ്ഞളോ വാഴയോ നട്ടുപിടിപ്പിക്കാം. മുളകൾക്ക് തണൽ ആവശ്യമുള്ള പ്രായത്തിൽ ഈ ഇടവിളകൾ
നിൽക്കുന്നത് സ്ഥിരമായ വരുമാനം നൽകും. മുള വളരുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ദൈനംദിന ചെലവുകൾക്കുള്ള പണവും ഈ ഇടവിളകളിൽ നിന്നും ലഭിക്കും. സ്ഥലം ഒട്ടും വേസ്റ്റാകില്ല. ഒരേ സ്ഥലത്ത് നിന്ന് ഒന്നിലധികം വരുമാനം എന്ന ലക്ഷ്യം ഇത് സാധ്യമാക്കുന്നു. ഇനി വരുമാനത്തിലേക്ക് വരാം. മുളത്തൈകൾ നട്ട ശേഷം ഏകദേശം 3-ാം വർഷം മുതൽ നിങ്ങൾക്ക് വിളവെടുപ്പ് നടത്താനാകും. ഓരോ വർഷവും മുളക്കൂട്ടങ്ങൾ വലുതാകുകയും പുതിയ തൈകൾ മുളച്ചു വരികയും ചെയ്യും. 30 വർഷത്തിലധിക കാലം ഈ ഒരൊറ്റ മുളക്കൂട്ടത്തിൽ നിന്ന് നിങ്ങൾക്ക് വിളവെടുക്കാൻ സാധിക്കും എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. മുള വെട്ടിക്കഴിഞ്ഞാൽ പഴയതുപോലെ വീണ്ടും പുതിയ മുളകൾ അവിടെ തന്നെ വളരും. അതായത് മരം വെട്ടിയാൽ അത് തീർന്നു എന്നല്ല, മുള മുറിച്ചാൽ അത് വീണ്ടും വളരും. ഇനി മറ്റൊരു സന്തോഷ വാർത്ത. കേരള സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും മുളകൃഷിക്ക് നല്ല രീതിയിലുള്ള പ്രോത്സാഹനമുണ്ട്. കൃഷിഭവൻ വഴി തൈകൾ ലഭ്യമാകുന്നതും സബ്സിഡി നൽകുന്നതുമെല്ലാം കർഷകരെ സഹായിക്കാനാണ്. ഓരോ ജില്ലയിലും ഇതിനായുള്ള പ്രത്യേക ഓഫീസുകളുണ്ട്. വിവരങ്ങൾ അന്വേഷിക്കാൻ മടിക്കരുത്. നിങ്ങളുടെ അടുത്തുള്ള കൃഷി ഓഫീസറുമായി ബന്ധപ്പെട്ടാൽ സബ്സിഡി എങ്ങനെ ലഭിക്കും, ഏത് ഇനം മുളയാണ് നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യം എന്നതിനെക്കുറിച്ച് വിദഗ്ധരുടെ ഉപദേശവും ലഭിക്കും. ചുരുക്കത്തിൽ അല്പം ശ്രദ്ധയും കൃത്യമായ പ്ലാനിങ്ങുകളും ഉണ്ടെങ്കിൽ മുളകൃഷി ഒരു തോൽവിയല്ല, ബിസിനസ്സാണ്. തളരാതെ ക്ഷമയോടെ മുന്നോട്ട് പോയാൽ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു സാമ്പത്തിക മാറ്റം കൊണ്ടുവരും എന്നതിൽ സംശയമില്ല. ഇന്നത്തെ കാലത്ത് ആളുകൾ പ്രകൃതിയിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നു. മുള ഉപയോഗിച്ചുള്ള കോട്ടേജുകൾ ഇന്ന് ടൂറിസം മേഖലയിൽ വമ്പിച്ച പ്രചാരമാണുള്ളത്. നിങ്ങളൊരു കർഷകൻ മാത്രമല്ല, ഒരു സംരംഭകൻ കൂടിയാണെങ്കിൽ മുള ഉപയോഗിച്ച് ഒരു ഹോം സ്റ്റേ അല്ലെങ്കിൽ റിസോർട്ട് നിർമ്മിക്കുന്നത് മികച്ചൊരു വരുമാനമാർഗം പ്രദാനം ചെയ്യും. ആയുർവേദ കേന്ദ്രങ്ങളിലും ആശുപത്രികളിൽ പോലും മുള കൊണ്ടുള്ള ഇൻറ്റീരിയറുകൾ ഇന്ന് ട്രെൻഡാണ്. ഇതെല്ലാം മുളയുടെ വിപണിയുടെ മൂല്യം വർദ്ധിപ്പിക്കുന്നു. സുഹൃത്തുക്കളെ, ഒരു ദീർഘകാല നിക്ഷേപമാണ് നിങ്ങൾ മുളകൃഷിയിലൂടെ നടത്തുന്നത്. ഒട്ടും സ്ഥലം പാഴാക്കാതെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ ലാഭം കൊയ്യാനുള്ള ഒന്നാണിത്. പരിസ്ഥിതിക്ക് ദോഷകരമല്ലാത്ത, മണ്ണൊലിപ്പ് തടയാൻ സഹായിക്കുന്ന, വരുമാനം ഉറപ്പുതരുന്ന ഈ കൃഷി രീതി ഇന്ന് നമുക്ക് പരീക്ഷിച്ചു തുടങ്ങാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെന്ന് കരുതുന്നു. ഇത്തരം കൃഷി അറിവുകൾക്കും ബിസിനസ് ആശയങ്ങൾക്കും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. പുതിയൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.